ചില ചിന്തകൾ പങ്കുവയ്ക്കുകയാണ്. നമ്മളെല്ലാം കേട്ടിട്ടുള്ള മനോഹരമായ ഒരു കഥയാണ് കാളിയമർദ്ദനം. കാളിയൻ്റെ ഉഗ്രമായ വിഷം കൊണ്ട് കാളിന്തി നദി മുഴുവൻ ആ പ്രദേശത്തേക്ക് ആർക്കും കടന്നു ചെല്ലുവാൻ പറ്റാത്ത തരത്തിൽ ആയിത്തീർന്നു. കാളിന്തി നദിയുടെ മുകളിലൂടെ പറക്കുന്ന പറവകളെല്ലാം ആ നദിയിലേക്ക് ചിറക് കരിഞ്ഞു വീണു. അത്ര ഉഗ്രമായിട്ടുള്ള വിഷമാണ് കാളിയൻ ആ നദിയിൽ മുഴുവൻ നിറച്ചിരുന്നത്. ആ തീരത്തുള്ള വൃക്ഷങ്ങളെല്ലാം കരിഞ്ഞുണങ്ങി ഏത് നിമിഷവും നിലംപതിക്കുന്ന തരത്തിൽ മാറി. ഇങ്ങനെ ആ പ്രദേശം കാളിന്തി തീരം മുഴുവൻ ജനവാസം അല്ലാത്ത പ്രദേശമായിട്ട് മാറി. കന്നുകാലികൾക്ക് ആ ഭാഗത്ത് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ അവയെല്ലാം ചത്തു വീണു. ഈ ഒരു അവസ്ഥയിലാണ് ഭഗവാൻ കാളിയനെ അവിടെ നിന്ന് ഓടിക്കുന്നതിന് വേണ്ടിയിട്ട് ആ കാളിന്തി നദിയിലേക്ക് എടുത്ത് ചാടി കാളിയനെ പിടിച്ച് ആ കാളിന്തി നദിയിൽ നിന്ന് അവിടെ നിന്ന് ഓടിക്കുന്നു. ഈ കഥ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. ഈ കഥയ്ക്കുള്ളിൽ മറ്റൊരു കഥയുണ്ട്. ഞാൻ കേട്ടിട്ടുള്ളൊരു കഥയാണ്, ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ്. അതായത് ഭഗവാൻ ആ നദിയിലേക്ക് കാളിയനെ പിടിക്കുന്നതിന് വേണ്ടി എടുത്തു ചാടാൻ വേണ്ടി ആ കാളിന്തി നദിയിലേക്ക് ചാഞ്ഞു കിടക്കുന്ന ഒരു കടമ്പ് മരത്തിൻ്റെ മുകളിലാണ് കയറിയത്. കാളിന്തി തീരം അല്ലെങ്കിൽ ഗോകുലം മുഴുവൻ കടമ്പുകളാണ്, നീലക്കടമ്പുകളാണ്. ആ നീലക്കടമ്പ് മരത്തിൻ്റെ കൊമ്പത്തിരുന്ന് ഭഗവാൻ മുരളി വായിക്കുന്ന സമയത്ത് ആ നീലക്കടമ്പുകൾ പൂത്തതാണോ ഭഗവാൻ ഇരിക്കുന്നതാണോ എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല. അത്ര മനോഹരമാണ്. ഭഗവാന്റെ ശരീര നിറവുമായിട്ട് അത്രയേറെ ചേർന്ന നിറമാണ് ഈ കടമ്പ് വൃക്ഷത്തിൻ്റെ പൂക്കൾക്ക്. അപ്പം അങ്ങനെ ഒരു മരത്തിൻ്റെ മുകളിലാണ് ഭഗവാൻ കയറി ആ കാളിന്തി നദിയിലേക്ക് ചാടുന്നത്. ഈ മരത്തിനൊരു പ്രത്യേകതയുണ്ട്. അതിന് ഒറ്റ പച്ച നാമ്പ് പോലും ഉണ്ടായിരുന്നില്ല, കരിഞ്ഞുണങ്ങി ഏത് നിമിഷവും നിലംപതിക്കുന്ന രീതിയിലാണ് ആ കടമ്പ് മരം ഉണ്ടായിരുന്നത്. കാരണം അത്രയേറെ ആ വിഷത്തിൻ്റെ തീവ്രത കൊണ്ട് ആ മരത്തിൻ്റെ ഇലകളെല്ലാം പൊഴിഞ്ഞു പോയിരുന്നു. ഭഗവാൻ ആ നദിയിലേക്ക് ചാടി കാളിയനെ അവിടുന്ന് ഓടിച്ച കഥകളെല്ലാം നമ്മൾ കേട്ടിട്ടുണ്ട്. കാളിയൻ അവിടുന്ന് പോയി. അതിനുശേഷം അവിടെ ഒരു അത്ഭുതം സംഭവിച്ചു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കരിഞ്ഞുണങ്ങിയ ആ മരത്തിൻ്റെ മുകളിൽ അതിൻ്റെ കൊമ്പുകളുടെ അറ്റത്ത് ചെറിയ ചെറിയ പച്ച നാമ്പുകൾ വിടർന്നു. അത് ഇലകളായി വളർന്നു. അതിൽ ചെറിയ ചെറിയ പൂമൊട്ടുകൾ വിരിഞ്ഞു. അത് മനോഹരമായ പൂക്കളായി വിടർന്നു. ഏതു നിമിഷവും നിലംപതിക്കാൻ നിന്നിരുന്ന ആ കടമ്പ് മരം മനോഹരമായ പൂക്കൾ നിറഞ്ഞുകൊണ്ട് നീലക്കടമ്പുകൾ നിറഞ്ഞ് മനോഹരമായ വൃക്ഷമായിട്ട് മാറി. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഏതു നിമിഷവും നമ്മൾ തകർന്നു വീഴും എന്ന ഘട്ടത്തിൽ എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ച് നിൽക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ഇതുപോലെ ഭഗവാന്റെ പിഞ്ചുപാദങ്ങൾക്ക് ഒരു ഇടം കൊടുത്താൽ ആ ജീവിതം വീണ്ടും മനോഹരമായ ഒരു ജീവിതമായിട്ട് മാറും. വീണ്ടും അതൊരു ആ നീലക്കടമ്പ് എങ്ങനെയാണോ ആ മനോഹരമായി മാറിയത് അതുപോലെ നമ്മുടെ ജീവിതത്തിലേക്ക് തിരിച്ചു കയറി മനോഹരമാക്കുവാൻ സാധിക്കും. ജീവിതത്തിൻ്റെ മാധുര്യം നുകരുവാൻ സാധിക്കും. അതിൻ്റെ ശാന്തി അനുഭവിക്കുവാൻ സാധിക്കും. ഈ വിഷുദിനം ഭഗവാനുമായിട്ടേറെ ബന്ധപ്പെട്ട ഉത്സവമാണ് വിഷു. ഈ വിഷു ദിനത്തിൽ നമ്മുടെ ഹൃദയത്തിൽ ഭഗവാനൊരിടം കൊടുത്താൽ ഇതേപോലെയുള്ളൊരു അത്ഭുതം സംഭവിക്കും. നമ്മുടെ ജീവിതവും ഇതേപോലെ മനോഹരമായിട്ട് മാറും. അങ്ങനെ മാറുവാൻ നമുക്ക് സാധിക്കട്ടെ. ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ.